കേരളത്തിലെ സകല മാധ്യമങ്ങളും ഒളിപ്പിച്ചു വെച്ച ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് കുമാർ ചെല്ലപ്പൻ സാറും ഞാനും കൂടെ നിങ്ങളോട് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ ഇലക്ഷൻ കഴിഞ്ഞു, നാളെ വോട്ടെണ്ണുകയാണ്. പക്ഷേ പശ്ചിമ ബംഗാളിലെ ഫാൽത്ത എന്ന് പറയുന്ന മണ്ഡലം ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ഫാൽത്ത. ഈ ഫാൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് മാത്രമല്ല, ഈ മാസം 21-ാം തീയതി വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും, 24-ാം തീയതി വോട്ടെണ്ണും. അവിടെ മത്സരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ജഹാംഗീർ ഖാനും BJP-യുടെ ദേബാങ്ഷു പാണ്ഡ, കോൺഗ്രസിൻ്റെ അബ്ദുൾ റസാഖ് മൊല്ല, ശംഭുനാഥ് കുർമി CPM സ്ഥാനാർത്ഥി, ഇവരാണ് മത്സരിക്കുന്നത്. ഈ ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതലാളിയായ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ സീറ്റാണ്, ലോക്സഭാ സീറ്റാണ്. അവിടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു എന്നുള്ളത് പത്രത്തിലുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് എന്തുകൊണ്ടെന്നുള്ള വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ മൂടിവെച്ചു. നാളെ മമത തോറ്റു കഴിഞ്ഞാൽ മമത പറയും BJP ഇലക്ഷൻ മെഷീനുകൾ അട്ടിമറിച്ച് ജനാധിപത്യ വിരുദ്ധമായി ഭരണം പിടിച്ചെടുത്തു എന്നൊക്കെ നിലവിളിക്കും മമത. അത് വലിയ വാർത്തയായി കൊടുക്കും നമ്മുടെ മാധ്യമങ്ങൾ. പക്ഷേ ഫാൽത്തയിൽ എന്താണ് നടന്നത്? ഫാൽത്തയിൽ നടന്ന വിവരങ്ങളെന്ന് പറഞ്ഞാൽ ഫാൽത്തയിൽ ആകെ 288 ബൂത്തുകളാണുള്ളത്. ഈ 288 ബൂത്തുകളിലും ബൂത്ത് പിടുത്തം നടത്തും. അതായത് കേന്ദ്രസേന 2.5 ലക്ഷം കേന്ദ്രസേന ഉണ്ടായിട്ടും ഫാൽത്തയിൽ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളും തൃണമൂൽ പിടിച്ചു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ കേന്ദ്രസേന ഇല്ലാതെ മമതയുടെ പോലീസാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അവിടെ തിരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുക? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കണം. ഇത് മുഴുവൻ വായിക്കാനൊന്നും പറ്റില്ല. അതായത് 238 മുതൽ 261 വരെയുള്ള ബൂത്തുകളിൽ അനധികൃത വ്യക്തികൾ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ചകത്ത് കയറി ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു. അതായത് വോട്ട് ചെയ്യുന്നിടത്ത് പുറത്തുനിന്നുള്ളവരും പോളിംഗ് ഉദ്യോഗസ്ഥന്മാരും കയറിയിട്ട് വോട്ട് ചെയ്തു. പോളിംഗ് സ്റ്റേഷൻ 78 വീഡിയോ ദൃശ്യങ്ങൾ കാണാനില്ല. മറ്റുള്ളവർ വോട്ടർമാർക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തി. വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ അനധികൃത പ്രവേശനം 80. പോളിംഗ് സ്റ്റേഷൻ 80 പോളിംഗ് ഓഫീസർ ആവർത്തിച്ച് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ കയറി വോട്ടർമാർക്ക് നിർദ്ദേശം നൽകി. പോളിംഗ് ഏജൻറ്റ് പ്രിസൈഡിംഗ് ഓഫീസർക്കൊപ്പം ഉള്ളിൽ പ്രവേശിച്ചു. പോളിംഗ് സ്റ്റേഷൻ 160 വോട്ടർമാർക്ക് പകരം കൂടെ വന്നവർ വോട്ട് ചെയ്യുന്ന നിരവധിയായ സംഭവങ്ങൾ. പോളിംഗ് സ്റ്റേഷൻ 229 വോട്ടെടുപ്പ് തുടങ്ങിയത് മുതൽ ഉച്ച കഴിഞ്ഞ് 3:41 വരെ വീഡിയോ ദൃശ്യങ്ങളിലെ ക്യാമറകൾ ഓഫ് ചെയ്തു. PS 144 പോളിംഗ് സ്റ്റേഷൻ 144 പോളിംഗ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് അകത്ത് പ്രവേശിച്ചു. ആ സമയം ഒന്നിലധികം പേർ വോട്ടിംഗ് സ്ഥലത്ത് കയറി. PS 227 രാവിലെ 7:22 മുതൽ ഉച്ചയ്ക്ക് 1:39 വരെ വീഡിയോ ലഭ്യമല്ല. കൂടെ വന്നവർ വോട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു. PS 231 വീഡിയോ ക്ലിപ്പുകൾ നഷ്ടപ്പെട്ടു. മറ്റുള്ളവർ വോട്ട് ചെയ്യുന്നു. അനധികൃത വ്യക്തി വോട്ടർമാർക്ക് നിർദ്ദേശം നൽകുന്നു. PS 235 10:55 മുതൽ 1:59 വരെ വീഡിയോ കാണാനില്ല. ഒരേ വ്യക്തി തന്നെ ആവർത്തിച്ച് അകത്ത് കയറുന്നു. 2 വോട്ടർമാർ ഒരേ സമയം ഉള്ളിൽ പ്രവേശിച്ചു. PS 232 2 വോട്ടർമാർ ഒരുമിച്ച് ഉള്ളിൽ പ്രവേശിച്ചു. പോളിംഗ് ഏജൻറ്റ് വോട്ടർക്ക് പകരം വോട്ട് ചെയ്തു. 247 ഒരേ വ്യക്തി തന്നെ ആവർത്തിച്ച് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പ്രവേശിച്ചു. 244 വൻതോതിൽ മറ്റുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നു. ഒരേ വ്യക്തികൾ തന്നെ പലതവണ വോട്ട് ചെയ്യുന്നു. പോളിംഗ് ഏജൻറ്റ് തന്നെ വോട്ട് ചെയ്യുന്നു. PS 226 രാവിലെ 11 മുതൽ 1:12 വരെയും 1:18 മുതൽ വൈകുന്നേരം 4:13 വരെയും വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമല്ല. PS 230 രാവിലെ 11 മുതൽ ഉച്ച കഴിഞ്ഞ് 2:30 വരെ വീഡിയോ കാണാനില്ല. അനധികൃത വ്യക്തികൾ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ചു. PS 225 പല തവണയായി കൂടെ വന്നവർ വോട്ട് ചെയ്യുന്ന സാഹചര്യം. PS 161 163 പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല. നൽകിയ റിപ്പോർട്ടുകൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുകൾ വിശ്വസനീയമല്ല. PS 182 വീണ്ടും ഒരു സ്ത്രീയും 2 പുരുഷന്മാരും ചേർന്ന് ദീർഘനേരം കള്ളവോട്ട് ചെയ്തു.
PS 10, 76, 77, 99, 100, 118, 138, 140, 146, 156, 165, 186, 193, 218 ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8:45 വരെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമല്ല. ഭീഷണിപ്പെടുത്തലുകളും വോട്ടർമാരെ തടയുന്നതുമായ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഫാൽത്തയിൽ 21-ാം തീയതി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബംഗാളിൽ എങ്ങനെയാണ് ഇതുവരെ മമതാ ബാനർജി അധികാരത്തിൽ തുടർന്ന് വന്നിരുന്നതിൻ്റെ എക്സാമ്പിളാണ് ഫാൽത്ത. ഫാൽത്ത ലോകത്തിന് മുന്നിൽ എക്സ്പോസ്ഡായി. അപ്പോൾ കേന്ദ്രസേന ഇല്ലായിരുന്നെങ്കിൽ ബംഗാളിലെ എല്ലാ മണ്ഡലങ്ങളിലും ഫാൽത്ത ആവർത്തിക്കുമായിരുന്നു. അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഇവർ ജയിച്ചു വന്ന ആദ്യഘട്ടം BJPക്ക് സ്വാധീനമുള്ള മേഖലയാണ്. രണ്ടാം ഘട്ടത്തിൽ നിന്നാണ് എല്ലാ പ്രാവശ്യവും മമതാ ബാനർജി അധികാരത്തിൽ വരുന്നത്. രണ്ടാം ഘട്ടത്തിൽ വരുന്ന 24 പർഗാനാസ് ആ ഭാഗത്ത് വരുന്നതാണ് ഡയമണ്ട് ഹാർബർ ലോക്സഭാ മണ്ഡലവും ഫാൽത്തയും. അപ്പോൾ സെക്കൻഡ് ഫേസിൽ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ മേഖലകളിലും തൃണമൂലിൻ്റെ MLA-മാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അവിടെ നടക്കുന്നത് എന്താണെന്ന് ലോകം കണ്ടു. ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നു. ഇതേ മമതയുടെ വിജയമാണ് ജനാധിപത്യത്തിൻ്റെ വിജയമായി ഇവിടുത്തെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. നാളെ മമത തോറ്റാൽ ഇവിടെ മാധ്യമങ്ങൾക്ക് അറിയും. മമത ജയിച്ചാലോ അവർ പറയും കണ്ടില്ലേ ജനാധിപത്യം ജയിച്ചു. ഫാൽത്തയിലെ ജനാധിപത്യമാണോ ജനാധിപത്യം? ഇതാണോ മമത മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ പാരമ്പര്യം എന്നുള്ള ചോദ്യം ബാക്കിയാവാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും കേന്ദ്രസേന ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഫാൽത്തയിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് അമിത്ഷായുടെ ചാണക്യ ബുദ്ധിയായിരിക്കും. ലോകം കണ്ടോട്ടെ ഒരു മണ്ഡലം എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്, ലോകം ഒന്ന് കാണട്ടെ എന്ന് വെച്ച് ഇലക്ഷൻ കമ്മീഷൻ വിട്ടുകൊടുത്തതാണെങ്കിലോ. അല്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചവർക്കുണ്ടോ സുനിൽ? CNN വന്ന ഒരു ന്യൂസാണ്, ഹൗ ഡെമോക്രസി ഈസ് ബീയിങ് കിൽഡ് ഇൻ ഇന്ത്യ, ഹൗ എലിജിബിൾ വോട്ടേഴ്സ് ആർ എന്താ പറയുന്നത് ഡീലിസ്റ്റഡ് ഫ്രം ദി ഇലക്ട്രൽ റോൾസ് എന്ന് പറഞ്ഞ് ഒരു വാർത്ത കൽക്കത്ത ഡേറ്റ് ലൈൻ വെച്ചിട്ട് CNN-നകത്ത് വാർത്ത വന്നിരുന്നു. ശുദ്ധ അസംബന്ധമാണ്, ആ വാർത്തക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. ഇന്ത്യയിലെ SIR പ്രക്രിയ ഇന്ത്യൻ സുപ്രീം കോടതി ഇടപെട്ട് ജുഡീഷ്യൽ ഓഫീസർമാരെ വെച്ചിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. അവർ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അവർ കുറേ ഒരു ഫോട്ടോ കൊടുത്തിരിക്കണം, കുറേ കോയമാർ താടിയൊക്കെ നീട്ടി വളർത്തിയ കോയമാർ തൊപ്പിയും വെച്ചുകൊണ്ട് ഈ ബംഗാളിയിലും ഇംഗ്ലീഷിലും എഴുതിയ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിന്ന് നടത്തുന്നു. ഇത് കാണുന്നവർ വിചാരിക്കുക ഇന്ത്യയിലെ ജനാധിപത്യ അപകടത്തിലാണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ ഫോട്ടോഗ്രാഫും അതുപോലെ ആ വാർത്തയും വായിക്കാൻ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഫാൽത്തയിലെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ, ബംഗാളിൽ ഇത് ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്ര നല്ല ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് കൊണ്ട്. ഇതിനു മുമ്പ് ഇതുപോലുള്ള പണി നടന്നിരുന്ന മുഴുവൻ ബീഹാറിലായിരുന്നു. ബീഹാറിൽ സുനിൽ ഓർമ്മയുണ്ട്, അരുൺ ഷൗരിയുടെ അനിയത്തി നളിനി സിംഗ് ഒരു പ്രോഗ്രാം ചെയ്യണ്ടായിരുന്നു ദൂരദർശനിൽ, ആംഖേം ദേഖി എന്ന് പറഞ്ഞിട്ട്. അവിടെ ബൂത്ത് പിടുത്തം അവർ TV ക്യാമറ ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് ദൂരദർശനിൽ അവരുടെ പ്രോഗ്രാമിൽ പെടുത്തിയിരുന്നു. അവരങ്ങനെയാണ് വളരെ ഫേമസ് ആയത്. അത്രമാത്രം തട്ടിപ്പായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പുകളിൽ നടന്നുകൊണ്ടിരുന്നത്. ബൂത്ത് പിടുത്തം എന്ന് പറഞ്ഞാൽ അന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കണം. അവർ വോട്ട് ചെയ്യാൻ ആരും വന്നു പോരുതെന്നും ഗ്രാമത്തിലെ മുഖ്യൻ ഓർഡർ ചെയ്യും. എന്നിട്ട് അയാൾ അവിടെ പോയിട്ട് ഉള്ള പോളിംഗ് ബാലറ്റ് പേപ്പർ എടുത്തിട്ട് എല്ലാത്തിലും സ്റ്റഫ് ചെയ്തോ സീൽ ചെയ്തിട്ട് അത് മുഴുവൻ പെട്ടിക്കകത്ത് വീണ്ടും അങ്ങനെ കൊണ്ടുവരണമെന്നാണ് അവർ പറയണത്. ബീഹാറിൽ പപ്പുവിന്റെ അച്ഛനാണ്. ഇതാണ് ഇപ്പൊ പപ്പുവിന്റെ കുടുംബത്തോടെ ഇങ്ങനെയാണ് കള്ളവോട്ട്. അല്ല, പപ്പുവിന്റെ അച്ഛനാണ് ഈ ബാലറ്റ് വേണ്ട, ബാലറ്റ് പേപ്പറിൽ ഇലക്ഷൻ നടത്തി തോറ്റുപോയപ്പോൾ ഇനി ബാലറ്റ് വേണ്ട, EVM മതി എന്ന് തീരുമാനിച്ച ഇയാളുടെ തന്തയാണ്. അപ്പോൾ EVM കൊണ്ട് രക്ഷപ്പെട്ടില്ല അവർ. 2004 പിന്നെ 2009 രക്ഷപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് സത്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് എന്താ പറയണ ബോധമുണ്ടായി. ഇത്
ബീഹാറിലോ അതല്ലെങ്കിൽ ബംഗാളിലോ മാത്രമല്ല, കേരളത്തിൽ സഖാക്കൾ എന്താ ചെയ്യണേ? നമ്മുടെ മുൻ DGP സെൻകുമാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്, എൻ്റെ പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കണ്ണൂരിൽ അദ്ദേഹം ഇലക്ഷൻ ഡിപ്ലോയ് ചെയ്ത IPS ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തോട് വന്ന് പരാതി പറഞ്ഞു. യുവ IPS ഉദ്യോഗസ്ഥന്മാർ അവർ പോയി പഠിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അവരെ ഡിപ്ലോയ് ചെയ്തത്. അവർ ഒരാൾ വന്ന് പറയുകയാണ്, സാർ ഞാൻ ഒരു വ്യക്തി 30 തവണ, ഒരു സ്ത്രീ ഒരു പോളിംഗ് ബൂത്തിൽ 30 തവണ വോട്ട് ചെയ്യണ കണ്ടു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോളിംഗ് ഓഫീസർ എന്നെ വരട്ടി, നിങ്ങൾ പോളിംഗ് സ്റ്റേഷന് പുറത്ത് നടക്കുന്ന കാര്യം നോക്കിച്ചാൽ മതി, അകത്തേക്ക് നടന്നാൽ കയറി അന്വേഷിച്ച് ചിലപ്പോൾ കയ്യും കാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്ര. ഇത് കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ, ഈ പ്രബുദ്ധ കേരളത്തിൽ നടക്കുന്നതാണ്. പിന്നെയാണോ ബീഹാറിലും ബംഗാളിലും ഇതൊന്നും നടക്കാത്തത്? ബീഹാർ കഴിഞ്ഞ 3 തവണയായിട്ട് മമതാ ബാനർജി ബംഗാളിൽ അധികാരം പിടിച്ചു പറ്റിയത് എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായി. അവർ ഇന്നലെ മിനിങ്ങാന്ന് സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു, അത് തള്ളിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെയും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയാണ്. അങ്ങനെ പാടില്ല, ബംഗാളികളെ മാത്രമേ പാടുള്ളൂ, അങ്ങനെ നിയമിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു നിയമം ഇല്ല. കാരണം ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്താനായിട്ടുള്ള ചുമതല. ഇലക്ഷൻ കമ്മീഷൻ പ്രോസസ് ഗെറ്റ്സ് റോളിംഗ്, പിന്നെ കോടതി ഇടപെടില്ല അതിനകത്ത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ കോടതികൾ ഇടപെടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്നപ്പോൾ വീട്ടിലെ പശുവിനും എരുമയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. ഉദയൻ നമ്പൂതിരി എഴുതിയ പുസ്തകമാണ് സുനിൽ. ഉദയൻ നമ്പൂതിരി പണ്ട് പയനിയറിൽ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്നു ഉദയൻ നമ്പൂതിരി. പോയി എന്നിട്ട് അതല്ല തമാശ, അയാൾ പോയി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു വരുവാണ്, തോറ്റുപോയി. അതങ്ങനെ ഇത് രാഷ്ട്രീയത്തിൽ ഏതായാലും സത്യത്തിൽ ഇങ്ങനെ എന്ത് ചെയ്ത് BJP ആയിരുന്നെങ്കിലോ ഈ ഇവിടെ എന്തോ ഒരു ബഹളമായിരുന്നേനെ. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ഷർട്ടിൽ താമരയുടെ എംബ്ലം കുത്തിക്കൊണ്ട് വന്നെന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ചട്ടം പരസ്യമായിട്ട് ലംഘിച്ചു. അദ്ദേഹം കരുതുന്നത് ഇത് ഉത്തരേന്ത്യയാണെന്നാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ചാനൽ ശുദ്ധം എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഏതോ അവനോ അവളോ അവർ ഇത് കാണില്ല, ഫാൽത്ത അറിയില്ല, ഈ പറഞ്ഞ പോലെ കണ്ണ് തുറന്നു വെച്ച് ഉറങ്ങില്ലേ, അതാണ് നമ്മുടെ ചാനലുകളും പത്രക്കാരും ചെയ്യുന്ന പരിപാടി, കണ്ണ് തുറന്നു വെച്ച് ഉറങ്ങുക. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബംഗാളിൽ ഇപ്പോൾ മമതേനെ വിമർശിക്കുന്നവരുണ്ട്. അവർ പറയും BJPയും മമതയെല്ലാം ബംഗാളിൽ ഗുണ്ടായിസാണ് കാണിക്കണത്. BJP എന്ത് ഗുണ്ടായിസം കാണിച്ചു എന്നുള്ളത് പറയില്ല അവർ. മമതയാണ് ഗുണ്ടായിസം കാണിക്കുന്നത്. BJPയുടെ കൂടി വേണം അവർക്ക്, എന്നാലേ രണ്ടും ഒരുപോലെയാണെന്ന് സ്ഥാപിക്കണം. ഏതായാലും നാളെ അറിയാം ബംഗാളിൻ്റെ ഭാവി. നാളെ ഒരുപക്ഷെ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാവും, മമത ജയിലിൽ പോകും. പക്ഷേ പഴയ പോലെ പണ്ട് മമത ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് BJP വേട്ടയാണ്. BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 56 BJP പ്രവർത്തകരെയാണ് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്. പക്ഷേ ഇത്തവണ ആ മോഹം നടക്കില്ല. കാരണം അമിത്ഷാ പറഞ്ഞു കേന്ദ്രസേന 2 മാസം കൂടെ അവിടെ നിൽക്കും. അത് വേണമെങ്കിൽ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ, 2 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അതെ, മമതയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എക്സ്റ്റെൻഡ് ചെയ്യാം, എന്തു ചെയ്യും? ഏതായാലും ബംഗാൾ ഇലക്ഷൻ വളരെ നിർണായകമാണ്. നാളെ അറിയാം ബംഗാളിൽ മമത വാഴുമോ വീഴുമോ എന്നുള്ളത്. അതിൻ്റെ എല്ലാ വിവരങ്ങളും കൃത്യമായി ഫാൽത്ത വരെ നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വെച്ചു. അതുകൊണ്ട് ബംഗാളിലെ കാര്യങ്ങൾ സൂക്ഷ്മമായി പറയാൻ, കൃത്യമായി പറയാൻ ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ചെയ്യണേ.